നിങ്ങൾ കാണുന്നത് 6 അടി മണ്ണായിരിക്കാം. ഒരു തരി മണ്ണ് പോലും മുകളിലേക്ക് വീഴാതിരിക്കാൻ ചേർത്ത് വെക്കുന്ന സ്ലേവിന്റെ കോൺക്രീറ്റിന്റെ കഷണങ്ങളായിരിക്കാം. പക്ഷേ മനുഷ്യരെ, ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത വലുപ്പം ആ കബറിനുള്ളിലുണ്ട്. ചിന്തിക്കാനും സ്വപ്നം കാണാനും പറ്റാത്തത്ര സന്തോഷം ആ കബറിലുണ്ട്. മനസ്സുകൊണ്ട് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത വേദനയും ആ കബറിലുണ്ട്. ഒരു സ്വഹാബിയുടെ ജനാസയുമായി ഖബർ പറമ്പിലേക്ക് ചെല്ലുകയും ആ ഖബർ പറമ്പിലേക്ക് എത്തിയപ്പോ ഖബർ കുഴിച്ച് അവസാനിപ്പിച്ചിട്ടില്ല. ഖബറിന്റെ തൊട്ടടുത്തേക്ക് ആ മയ്യത്ത് വെച്ച് സഹാബാക്കളും റസൂലുള്ളയും നിശബ്ദരായിരുന്നു. ആ സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട്, ഖബർ കുഴിക്കുന്ന ശബ്ദമല്ലാതെ ഒരില അനങ്ങുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ തലയിൽ പറക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങൾ നിശബ്ദരായി കാത്തിരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലുള്ള ഒരു ചുള്ളിക്കഷ്ണം കമ്പെടുക്കുകയും ഖബറിന്റെ തലഭാഗത്തേക്ക് നോക്കി പതുക്കെ ആ മണ്ണിൽ അങ്ങനെ കുത്തിത്താഴ്ത്താനും തുടങ്ങി. റസൂലുള്ളാന്റെ കൈകൾക്ക് വേഗത കൂടി. കുത്തിത്താഴ്ത്തുന്ന കമ്പുകൾ പൊടിഞ്ഞു പോകാൻ തുടങ്ങി. അവസാനം കണ്ണുനീരുകൾ ഖബറിലേക്ക് കുറ്റി വീഴുമാറ് റസൂലുള്ളാന്റെ താടിരോമങ്ങൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കണ്ണ് നിറഞ്ഞ് ആ കലങ്ങിയ കണ്ണോടെ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ശരണം ചോദിക്കണം, അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. മിൻ അദാബിൽ ഖബർ, ഈ ഖബറിലുള്ള ശിക്ഷയെ തൊട്ട്, ഖബറിൽ അല്ലാഹ് ഒരുക്കിയ ശിക്ഷയെ തൊട്ട് നിങ്ങൾക്ക് റബ്ബിനോട് കാവല് ചോദിക്കാൻ പറ്റണം. കാരണം ഏത് ഖബറിനും ഒരു ഇടുക്കമുണ്ടാകും. ഏതു മയ്യത്തിനെയും അല്ലാഹ് ഖബറിലൊന്ന് ഭയപ്പെടുത്തും. അത് അല്ലാഹുവിന്റെ പ്രവാചകന് പോലും അനുഭവിക്കേണ്ടി വരും എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ മരണത്തിന്റെ വേദന അള്ളാന്റെ റസൂലുള്ള അറിഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ കൺമുൻപിൽ കണ്ടപ്പോ കരഞ്ഞത്. അത് അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് വീണ്ടും പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഖബരി ലഗ്തതൻ, തീർച്ചയായും ഖബറിനൊരു ഞെരുക്കമുണ്ട്. ഖബറിന് വല്ലാത്തൊരു പെടച്ചിലുണ്ട്, വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഖബറിന്. വലൗ കാന അഹദുനാജിയൻ, ആ ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ മിൻഹാ സഅദ് ബിൻ മുആദ്, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്നും എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആര് എന്ന ചോദ്യത്തിന് ചരിത്രം ഉത്തരം പറയുന്നുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ 314 സഹാബത്തിന്റെ കൂടെ അൻസാരികളുടെ നേതാവായി നിന്ന സ്വഹാബി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ കണ്ട് എന്ത് ചെയ്യണം എന്ന് അള്ളാന്റെ ഹബീബായ റസൂലുള്ള ആശങ്കപ്പെടുമ്പോ സഅദ് ബിൻ മുആദിന്റെ അരികിൽ ചെന്ന റസൂല് ചോദിച്ചു, സഅദേ, എന്ത് ചെയ്യണം? യുദ്ധത്തിനിറങ്ങിയാൽ കൂടെ നിൽക്കുമോ? അൻസാരികളോടാണ് ചോദ്യം, അവരുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട്. അന്ന് സഅദ് റളിയല്ലാഹു അൻഹു റസൂലിന് കൊടുത്തൊരു മറുപടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, സഅദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്ന് ബദറിലെ മണലിൽ ആ മയ്യത്ത് കിടക്കുമ്പോ അതിൽ നിന്നും കഴുകന്മാരും അല്ലെങ്കിൽ പക്ഷികളും മാംസം കൊത്തിവലിക്കുന്നത് കണ്ടാൽ മാത്രമേ താങ്കളെ ഞങ്ങൾ വിട്ടേച്ചു പോകൂ. അത് കണ്ടാൽ താങ്കൾ എന്റെ വീട്ടിലേക്ക് ഓടണം. എന്റെ ഭാര്യയും മക്കളും താങ്കളെ സംരക്ഷിച്ചു കൊള്ളും. അത് പറഞ്ഞ സഅദ് ബിൻ മുആദിനെ പറ്റിയ അള്ളാന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയത്, ആ ഖബറിൽ നിന്നും ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ആ ഖബറിന്റെ വൈക്കത്തിൽ നിന്നൊരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ സഅദ് ബിൻ മുആദ്, എന്റെ സഅദ് ബിൻ മുആദ് അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഖബറിലേക്ക് വെക്കുമ്പം പടച്ച റബ്ബൊന്ന് ഖബറിടുക്കി കളയും. ആ ഖബറിന്റെ ഇടുക്കലിൽ അല്ലാഹു തആല ഏതൊരാത്മാവിനെയും അറിയിക്കുന്നത് ഖബർ എത്രമാത്രം ഭയാനകമാണെന്ന് ബോധ്യപ്പെടുത്താനാ. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അള്ളാഹ് ഖബറിന് ഇളവുകൾ കൊടുക്കും. ചില ആളുകൾക്ക് അല്ലാഹു തആല ഖബറിന് വിശാലത കൊടുക്കും. മറ്റു ചിലർക്ക് അള്ളാഹ് കാലങ്ങളോളം അന്ത്യനാള് സംഭവിക്കുന്നത് വരെ ആ ഖബറിൽ ഇടുങ്ങിയ അവസ്ഥ കൊടുക്കും. സഹാബാക്കളും പണ്ഡിതന്മാരും പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, 2 വാരിയെല്ലുകൾ കോർത്തു പോകുമാറ് ഖബറിൽ അള്ളാനെ കണ്ടുമുട്ടേണ്ട കാലം വരെ അവരാ ഖബറിൽ കിടന്നനുഭവിക്കും. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരാണവർ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, ഒരാൾ മരണപ്പെടുമ്പോ
അല്ലാഹു തആല അദ്ദേഹത്തെ ഖബറിലേക്ക് വെക്കാൻ കൽപ്പിക്കും. ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കുകയും എന്നിട്ട് അവന് വേണ്ടി തസ്ബീത്തും തൽക്കീനും ചൊല്ലിയവർ ഖബറിന്റെ അരികിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോ ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കാലടി ശബ്ദം ആ ഖബറാളിയെ പടച്ച റബ്ബ് കേൾപ്പിക്കും. ആ സമയത്ത് അവൻ പേടിക്കും, അവൻ ഒറ്റക്കായെന്ന് തോന്നും, അവൻ സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കും. ഫനസല, ആ സമയത്ത് ആകാശത്ത് നിന്നിറങ്ങി വരും രണ്ട് മലക്കാനി, റബ്ബിന്റെ രണ്ട് മലക്കുകൾ. എന്തിനാ അവരുടെ വരവ്? അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങൾ ഈ ഖബർ കിടക്കുന്നവനോട് ചോദിക്കാനുണ്ട്. ആ ഖബറിൽ കിടക്കുന്നവനെ തട്ടിയെണീപ്പിക്കും. എന്നിട്ട് അവനോട് ഇരിക്കാൻ പറയും. ഇരുന്ന അവനോട് മുൻകർ നക്കീറുമാറി ചോദിക്കും. ആദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരായിരുന്നു? കേൾക്കുമ്പം എളുപ്പ റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റും എന്നൊക്കെയാ ഞാനും നിങ്ങളും വിചാരിച്ചത്. പക്ഷേ ആ ചോദ്യം അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ചു. ആ ചോദ്യം കഠിനമാ, നിങ്ങൾക്ക് പറയാൻ ഉത്തരം കിട്ടൂല. അത് പറയാൻ ഉത്തരം കിട്ടുന്നവർക്കാർക്ക? ശത്രുവിന്റെ മുഖത്ത് നോക്കി കൈകൾ വെട്ടിമാറ്റിയപ്പോഴും റബ്ബി അല്ലാ എന്ന് പറഞ്ഞ ഖബ്ബാബിന് പറ്റും. ചുട്ടുവൈത്ത മണലാരണ്യത്തിൽ മലർത്തി കിടത്തി ചാട്ടവാറുകൊണ്ട് തല്ലിയപ്പോഴും രക്തം പൊടിഞ്ഞ സമയത്ത് ശത്രുവിന്റെ മുഖത്ത് നോക്കി റബ്ബി അല്ലാ എന്ന് പറഞ്ഞ ബിലാൽ ബിൻ റബാഹക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെത്ര എളുപ്പം പറയാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ദുനിയാവിൽ അള്ളാഹനെ സ്നേഹിച്ച് റബ്ബിന് വേണ്ടി ജീവിച്ചവർക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ പറ്റൂ. ഏതു ദുനിയാവിലെ സങ്കടങ്ങളിലും അവൻ പറഞ്ഞിട്ടുണ്ടാകും, റബ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, അവൻ എന്നെ കാത്തോളും. അത് പറഞ്ഞവർക്ക് ഈ ഖബറിലും ആ ഉത്തരം പറയാൻ കിട്ടൂ. അല്ലാതെ എനിക്ക് അല്ലാഹ് വിശ്വാസമുണ്ട്, റബ്ബ് അല്ലാന്നൊക്കെ എനിക്കറിയാം, അത് ചോദിക്കുമ്പോ റബ്ബി അല്ലാന്നങ്ങ് പറഞ്ഞാ പോരെ എന്ന് നമ്മൾ ചിന്തിച്ചാലും ആ ഉത്തരത്തിന് കഴിവ് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമായിട്ടാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. വീണ്ടും ചോദിക്കും, മഹാദർ റസൂൽ, ഈ മനുഷ്യനെ പറ്റി, ഈ പ്രവാചകനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യപ്പെടും. പക്ഷേ റസൂലുള്ളാന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്വഭാവ ക്വാളിറ്റിയും ആ മരിച്ച വ്യക്തിക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. നിസ്കരിക്കലും നോമ്പുവൽക്കലും ഉണ്ടാകും, സ്വഭാവം പറ്റേ മോശ, മൂക്കത്ത ദേഷ്യം, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് തെറി, കുടുംബക്കാരോട് പിണക്ക്, ആരാന്റെ മുതൽ വെട്ടിപ്പിടിക്കല്, ഒരു നല്ല മുഖപ്രസന്നത പോലും ഇല്ലാത്ത വ്യക്തി ആ റസൂലുള്ളാനെ നോക്കി തല താഴ്ത്തിയിട്ട് പറയും, എനിക്കറിയൂല റബ്ബേ, നിന്റെ റസൂലാണെന്ന് പറയണമെങ്കിൽ ആ റസൂലുള്ളാന്റെ എന്തെങ്കിലും ചില ക്വാളിറ്റികൾ ആ മനുഷ്യന്റെ ഉണ്ടാവണം. അതും ഇല്ലെന്നറിയുമ്പോ അള്ളാഹു ഖുർആനിനെ ഉയർത്തി കാണിക്കും, മഹാദൽ കിതാബ്, ഈ കിതാബിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? വീണ്ടും അവര് വെപ്രാളപ്പെടും, ഉത്തരം പറയാൻ കിട്ടുന്നില്ല. മദ്രസയിൽ നിന്ന് പഠിച്ച 5-8 കാണാ സൂറത്തുകൾ ഉണ്ട് എന്നതല്ല ഖുർആനിന്റെ ക്വാളിറ്റി. 114 സൂറത്തുകൾ, 6000-ൽ പരം ആയത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പരന്നു കിടക്കുന്ന റബ്ബിന്റെ ഖുർആനിനെ പറ്റി ഒരു തവണയെങ്കിലും ഇരുന്നാലോചിച്ച് കരയാത്തവർക്ക് അള്ളാന്റെ ഖുർആനിനെ പറ്റി പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാൻ കിട്ടൂല. അങ്ങനെ ഓരോ ചോദ്യത്തിന്റെ മുൻപിലും അവര് വല്ലാതെ പതറുമ്പോ, സങ്കടപ്പെടുമ്പോ അല്ലാഹു തആല മലക്കുകൾക്ക് കൽപ്പന കൊടുക്കും, കദിബ്ത, കള്ളനാണവൻ, കള്ളനാണവൻ, ദുനിയാവിൽ ജീവിച്ച കാലങ്ങൾ അത്രയും എന്നെ ഓർക്കാത്തവൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകളോട് റബ്ബിന്റെ കൽപ്പന, നിങ്ങൾ നരകത്തിന്റെ ഒരു വാതില് ആ ഖബറിലേക്ക് അങ്ങ് തുറന്നു കൊടുക്കണം. നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും നരകത്തിന്റെ ഭയാനകതയും ചൂടും ആ ഖബറിലേക്ക് അടിച്ചു കയറുമ്പോ അല്ലാഹ് ഖബറ് അങ്ങ് ഇടുക്കി കളയുകയും ചെയ്യും. ഖാലിദീന ഫീഹാ, കാലങ്ങളോളം മഹ്ശറ ലോകത്തേക്ക് എത്തുന്നത് വരെ അവരാ ഇടുങ്ങലിലായിരിക്കും. ആ ഖബറിന്റെ വാതിലേക്ക് തുറക്കപ്പെടുമ്പോ നരകത്തിന്റെ വാതിലിന്റെ ഉള്ളിലൂടെ ഒരാൾ അകത്തേക്ക് കയറി വരും. കണ്ടാൽ വിരൂപൻ, കണ്ടാൽ വെറുപ്പ് തോന്നുന്നവൻ, ഖബറിടിങ്ങി സങ്കടത്തോടെ നിൽക്കുന്ന മനുഷ്യന്റെ മുൻപിൽ വന്ന് ആ മനുഷ്യനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കും. ഉടനെ ഖബറാളി ചോദിക്കും, അല്ലയോ നാശം പിടിച്ചവനെ, ഇത്രയും ബേജാറിലാ ഞാൻ, എന്നിട്ടും എന്റെ അടുത്ത് വന്ന് എന്നെ ശപിക്കാനും ഒരു കാഴ്ച കൊണ്ട് പോലും സമാധാനം തരാത്ത
നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ കയറി വന്നവൻ പറയും അന അമലുക്കൽ ഖബീസ, നീ ചെയ്ത തോന്നിവാസങ്ങളായിരുന്നു ഞാൻ. ദുനിയാവിൽ എനിക്ക് എന്നെ കണ്ടപ്പം ഭയങ്കര മഹബത്തായിരുന്നല്ലോ. എന്നെ കാണുക, എന്നെ ചെയ്യുക, എന്നെ കുണ്ടടക്കാന്നൊക്കെ ഉള്ളത് ആരും അറിയാണ്ട് കുണ്ടടന്നോനല്ലേ. ഇപ്പൊ ഖബറിൽ എന്റെ കൂട്ടുകാരനായി അള്ള എനിക്ക് നിന്നെയാ നിശ്ചയിച്ചു തന്നതെന്ന് പറയുമ്പോ അന്നവൻ കണ്ണുനീരോടെ റബ്ബിനോട് പറയും, നാദാ, ഇത്രക്ക് സങ്കടാണ് എന്റെ ഖബറിലെങ്കിൽ നിന്റെ മഹിഷർ എന്തായിരിക്കും റബ്ബേ എന്നവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ കരയുന്നവരിൽ പലരും ആ ഉല്ലസിക്കുന്ന അതേ ബീച്ചിന്റെ മറുഭാഗത്തുണ്ട്. അതേ ഖബറിലേക്ക് തന്നെ പലരും ഉല്ലസിക്കുന്ന ഇപ്പുറക്കാരും എത്തിച്ചേരാനുണ്ട്, ഞാനും നിങ്ങളുമടക്കം. അതാണ് റബ്ബ് പഠിപ്പിച്ചതും. എങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിലോ 2 കൈയും നീട്ടി റബ്ബ് സ്വർഗത്തിലേക്ക് സ്വീകരണം കൊടുക്കും. മഹാനായ പ്രവാചക സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാത്തൊരു ഭീകരതയുണ്ട് ഖബറിന്. ആ ഭീകരത ഒരാൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയായിരിക്കും. ഇന്നൽ ഖബറ അവ്വല മൻസിലിൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഖബറിന്റെ അരികിലൂടെ പോകുമ്പോ ആ ഖബറിന്റെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് അദ്ദേഹം ബോധം കെടാറായ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്തിനാ അങ്ങനെയൊക്കെ കരയുന്നത്? ഖബറിനെ അതല്ലെങ്കിൽ സ്വർഗത്തെ ആലോചിച്ചിട്ടാണോ അല്ലെങ്കിൽ നരകത്തെ പേടിച്ചിട്ടാണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്നാൽ ആഖിറത്തിലെ ഒന്നാമത്തെ വീടാണ്. ആഖിറത്തിലേക്ക് റബ്ബ് തീരുമാനിച്ച ഒന്നാമത്തെ വീടാണ് ഖബർ. ഫഇൻ നജാ മിൻഹു, ആർക്കെങ്കിലും ആ ഖബറിൽ രക്ഷപ്പെടാൻ സാധിച്ചാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, തുടർന്ന് അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. ഖബറിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയാൽ തുടർന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളിലും അവസ്ഥയിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. ആ ഖബറിൽ അവന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ളതിന്റെ കാഠിന്യൊന്നും ഒരാൾക്കും താങ്ങാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഓർത്ത് ആ സെക്കൻഡിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓതിക്കൊടുത്തു. പലപ്പോഴും റസൂൽ ഓതിയിട്ടുണ്ട്, അള്ളാന്റെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഖബറിനേക്കാളും വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയും അള്ളാഹ് എനിക്ക് കാണിച്ചു തന്നിട്ടില്ലെന്ന്. അതുകൊണ്ട് ആ ഖബറിലെ ഞാൻ ഭയപ്പെടുന്നു, ഖബറിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്കുള്ള യാത്രയാ നിങ്ങളെയും ജീവിതം. ഈ ദുനിയാവിലെ ഒരു നേട്ടം കൊണ്ടും മരണത്തെ പിടിച്ചു നിർത്താനും ഖബർ വേണ്ടെന്ന് പറയാനും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഏത് പൈസക്കാരൻ ആരെ കൊള്ളയടിച്ച് നേടിയാലും ഒരു ഖബറും ശീതീകരിക്കാനും ഒരാളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു വെളിച്ചടാൻ പോലും ഒരാളെ കൊണ്ട് പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഖബറിൽ ഇരുട്ടാകുമോ വെളിച്ചമുണ്ടാകുമോ? റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, വെളിച്ചം കിട്ടും. എന്നിട്ടൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളി ഇടക്കിടക്ക് അടിച്ചു വാരുന്ന കറുത്തൊരു സ്ത്രീയെ കാണാതായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ സ്ത്രീ എവിടെ? മരണപ്പെട്ടു നബിയെ എന്നെന്ന് ചോദിച്ചപ്പം ദിവസങ്ങൾക്ക് മുൻപേ സഹാബത്ത് അതൊരു വലിയ വിഷയമായി കണ്ടിട്ടില്ലായിരുന്നു. വിവരമറിഞ്ഞ ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ ഖബർ അന്വേഷിച്ചു പോകുകയും ആ ഖബറും പുറത്തു വെച്ച് ആ സ്ത്രീക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമത്തുൻ അലാ അഹ്ലിഹാ. ഏത് ഖബറും അല്ലാഹു തആല ഇരുട്ടുകൊണ്ടാണ് ആവരണം ചെയ്യുക. ആ ഇരുട്ടും വല്ലാത്തൊരു ഭീകരതയും ഒരു പ്രകാശമില്ലായ്മയും ആ ഖബറിൽ ഉണ്ടാകും. വ ഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലം അദവാ യുനവ്വിറുഹാ, അവർക്ക് അല്ലാഹു തആല പ്രകാശം കൊടുക്കും. ലഹും ബിസ്വലാത്തി അലൈഹിം, അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നവരുടെ നമസ്കാരത്തിനനുസരിച്ച്, മയ്യത്ത് നമസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തിനനുസരിച്ച് അല്ലാഹ് ഖബറിൽ വെളിച്ചം കൊടുക്കും. സഹോദരങ്ങളെ, ഇന്ന് മയ്യത്ത് കാണലാ പലർക്കും വലിയ സുന്നത്ത്. മയ്യത്തിന്റെ മുഖമൊന്ന് കണ്ട് വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തിരിച്ചു പോകുമ്പോ പല മയ്യത്ത് നമസ്കാരത്തിനും ആള് കുറവാ. സ്വന്തം കുടുംബത്തിലെ രക്തങ്ങൾക്ക് വേണ്ടി പോലും മയ്യത്ത് നിസ്കരിക്കാൻ നമ്മളിൽ പലർക്കും താല്പര്യമില്ല. എങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, നമ്മൾ മരിച്ചാലും നമ്മളെ മയ്യത്തസ്കാരത്തിന് പടച്ചോൻ കൊണ്ടുവരൂല ആളുകളെ, നമ്മളെ മയ്യത്തസ്കാരത്തിനും അള്ളാഹ് ഉണ്ടാക്കൂല ആളുകളെ.
മറ്റൊരുത്തന്റെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോഴേ നമ്മളെ മയ്യത്ത് നമസ്കാരത്തിനും പടച്ചോന്റെ ഒരു കാവലുണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ചില വാട്സപ്പിലൂടെ അനുശോചനം അറിയിച്ച് ആ സങ്കടം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ, മരിച്ചതിന്റെ 3-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ മരിച്ച വീട്ടിൽ ചെന്ന് ബിദ്അത്തിന്റെ ചോറ് തിന്നാ മതി എന്ന് ചിന്തിക്കുന്നവർ, മരിച്ച ആ സമയത്തേക്ക് കണക്കാക്കി ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ പോലും നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഇതേ കബറിൽ, ഇതുപോലെയുള്ള കബറിൽ ഒരു ഭാഗത്ത് കിടന്ന് നമ്മൾ കരയേണ്ടി വരും. കുറച്ചാളെങ്കിലും ഒരു വെളിച്ചം കിട്ടാൻ ഞങ്ങളെ മയ്യത്ത് നിസ്കാരത്തിന് വന്നിരുന്നെങ്കിലെന്ന്. പിന്നീട് ഒരിക്കലും നമ്മളെ മയ്യത്തിന്റെ കബറും പുറത്തു വന്ന് ഒരാളും മയ്യത്ത് നിസ്കരിക്കാറില്ല. ആ മരിച്ച അന്ന് നമ്മളെ മയ്യത്ത് നിസ്കാരത്തിന് ആളുണ്ടാകുമ്പോഴേ നമ്മളെ കബറൊന്ന് പ്രകാശിക്കൂ, അതിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം വരൂ. ആ വെളിച്ചാണ് അല്ലാഹു തആല പറഞ്ഞ യുനവ്വിറുഹാ, ഞാൻ അവർക്ക് കൊടുക്കുന്നു പറഞ്ഞ പ്രകാശം. അത് കിട്ടാനുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മളെ കബറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങണം. അത്ര അടുത്താ നമ്മളെ കബറ്, അത്ര അടുത്താ നമ്മളെ ജീവിതത്തിന്റെ ആസ്വാദനവും, അത്ര അടുത്താ നമ്മളെ കബറും. ആ തിരിച്ചറിവിലേക്കാവണം അള്ളാഹുവിന്റെ ദുനിയാവിൽ നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.